ഹായ്, ഇതുണ്ടല്ല ചെറിയൊരു സെറ്റേ. ഈ വക സെറ്റിൽ എനിക്കൊന്ന് ഒരുപാട് ജ്വല്ലറിക്കാർ കാണിച്ചു തന്ന്. എന്നാലും എനിക്കൊന്ന് ഇതിൻ്റെ അകത്ത് കുറച്ചൊരു പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, ഇത് മൊത്തത്തിൽ 5 പവനാവുള്ളേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വളയാണ് കേട്ടോ. ഈ ഒരു വള ഉണ്ട്, നിങ്ങൾ 4 വളയുണ്ടേ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു വള വെച്ചാൽ വെറും കാപ്പവനേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കാപ്പവൻ്റെ 1 2 3 4 വളയാന്നുള്ളത്. അപ്പോൾ കാപ്പവനും വളയാവുന്നുള്ളതാണ്. ഇതിനുള്ള ഫൈബർ ഇട്ട നല്ല ടൈറ്റിൽ ആയി എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇതാ ചെറിയൊരു കാപ്പവൻ്റെ സ്റ്റഡും ഉണ്ട്. പിന്നെ നെക്ലേസ് നോക്കിയട്ടെ, മേത്തിട്ട് കഴിഞ്ഞാൽ നല്ല കാഴ്ച കിട്ടുമ്പോഴത്തുള്ള നെക്ലേസാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ളത്. ഇതിൽ ഈ ഒറ്റ ഒരു നെക്ലേസ് ഉണ്ട്, കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര കാഴ്ചയില്ലേ. അതിൻ്റെ തൂക്കം ശരിക്കും ഉണ്ടല്ല, വെറും 1 പവനേ ഉള്ളൂ. അപ്പോൾ അതുള്ളതുകൊണ്ടാണ് ഇത് ഭയങ്കര ഭീതിയായിട്ട് തോന്നുന്നട്ടാ. പിന്നെ ഈ ഡിസൈനിൽ നിങ്ങൾ സാധാരണ കണ്ട ഡിസൈനായിരിക്കും, എല്ലാവരും വെക്കുന്ന ഒരു ഡിസൈനാണ്, നല്ല കാഴ്ചയുള്ള. ബാക്കി ഇതാണെന്നൊരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്കിപ്പം വന്നൊരു മോഡലാണിത്, സ്റ്റെപ്പായിട്ട് ഭയങ്കര കാഴ്ചയുള്ള 1 പവൻ്റെ നെക്ലേസ്. അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് 40 ഗ്രാമുള്ള 5 പവനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ സ്വർണ്ണ വിലക്ക് എനിക്ക് തോന്നുന്നു ലൈറ്റ് വെയിറ്റിൽ നല്ല കാഴ്ചയുള്ളൊരു സെറ്റാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതിനെക്കാട്ടിയും കാഴ്ചയുള്ള സെറ്റ് എനിക്ക് തോന്നുന്നു വേറെ ചാനലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും നിങ്ങൾ അത് ഇതൊന്ന് കമ്പയർ ചെയ്യുക, എന്നിട്ട് ഏതാണ് കാഴ്ചയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവല്ല. അപ്പോൾ എന്തായാലും സെറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ സെറ്റ് വേണ്ടെങ്കിൽ മുകളിലത്തെ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. പിന്നെ ഏതായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്തോ, ബാക്കിയുള്ളവരും ഈ ഡിസൈനിലൊന്ന് കണ്ടോട്ടെന്നാണ് പറയാനുള്ളത്. ആവശ്യക്കാർക്കൊരു ഉപകാരമല്ല. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യാമെന്നൂടി പറയാനുണ്ട്. എന്തായാലും നമ്മൾ ഈ 40 ഗ്രാമിൻ്റെ 5 പവൻ്റെ സെറ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് പറയാമെന്നുള്ള കേട്ടോ. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.